കഴിഞ്ഞ ദിവസമായിരുന്നു സെയ്ഫ് അലി ഖാന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടാവുകയും സെയ്ഫ് അലി ഖാനെ തുടർന്ന് ആക്രമണം നടക്കുകയും ചെയ്തത്. അതിനുശേഷം അദ്ദേഹം ആശുപത്രിയിലായപ്പോഴും അദ്ദേഹത്തിന്റെ വീടിനെ കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. കോടികൾ മുടക്കിയാണ് അദ്ദേഹം സെക്യൂരിറ്റി ഇവിടെ സ്ഥാപിച്ചത്. സെയ്ഫിന്റെ വസതിയിൽ തന്നെ ചെയ്യുന്ന സെക്യൂരിറ്റി സ്ട്രിക്റ്റായ പ്രദേശമാണെന്ന് പറയുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് എങ്ങനെ ഇത് സംഭവിച്ചു എന്നും പറയുന്നുണ്ട്. അതിന്റെ ചോദ്യം ചെയ്യലും അന്വേഷണവും ഒക്കെ നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ മെച്ചപ്പെട്ടു വരികയാണ്. അതും പ്രേക്ഷകർക്ക് ഒരു സന്തോഷം തന്നെയാണ് എന്ന് പറയാം. സെയ്ഫ് അലി ഖാന്റെ വസതി സ്ഥിതി ചെയ്യുന്ന സെക്യൂരിറ്റി വളരെ സ്ട്രിക്റ്റായ പ്രദേശമാണ്. ബോളിവുഡ് സെലിബ്രിറ്റികൾ മാത്രമാണ് ഇവിടെയുള്ളത്. ബാന്ദ്രയിലെ സദ്ഗുരു സരൺ അപ്പാർട്ട്മെന്റിലാണ് സെയ്ഫിന്റെ ഭാര്യ കരീന കപൂറിനോടൊപ്പം താമസിക്കുന്നത്. പ്രശസ്ത ഇന്റീരിയർ ഡിസൈനർ ദർശിനി ഷായാണ് സെയ്ഫ് കരീന ജോഡിയുടെ ഫ്ളാറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പാർട്ട്മെന്റിന്റെ 3 നിലകളിലായാണ് സെയ്ഫ് താമസിക്കുന്നത്. കണക്കനുസരിച്ച് സെയ്ഫിന്റെ ഫ്ളാറ്റിന് ഏകദേശം 55 കോടി രൂപ വില വരും. സെയ്ഫ് അലി ഖാനും മറ്റ് നിരവധി ബോളിവുഡ് സെലിബ്രിറ്റികളും താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും സുരക്ഷാ നിരീക്ഷണത്തിലാണ്. കെട്ടിടത്തിന് ചുറ്റും 10,000-കണക്കിന് CCTV ക്യാമറകളുണ്ട്. കൂടാതെ പരിശോധന കൂടാതെ ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുമില്ല എന്ന് പറയാം. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം തന്നെ സെയ്ഫ് തന്റെ സുരക്ഷയ്ക്കായി പ്രതിവർഷം 1 കോടി രൂപയാണ് ചെലവഴിക്കുന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ലോകത്താരമിൽ തന്നെ ആരാധകരുള്ള താരങ്ങളാണ് ഒട്ടുമിക്ക ബോളിവുഡ് സെലിബ്രിറ്റികളും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചുറ്റും എപ്പോഴും സുരക്ഷാ ജീവനക്കാരുണ്ടാകും. മറ്റാരെക്കാളും കൂടുതൽ ബോളിവുഡിന്റെ ബാദ്ഷാ ഷാറൂഖ് ഖാൻ തന്നെയാണ് കുടുംബത്തിന്റെയും സുരക്ഷാ പണം ചിലവാക്കുന്നത്. പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയും ഇത് തന്നെയാണ്. ഇത്രയും മാത്രം ആരോഗ്യമെല്ലാം കാര്യങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് എന്തു പറ്റിയെന്ന് അതാണ് പ്രേക്ഷകരും ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുമ്പോഴും പ്രേക്ഷകർക്കൊക്കെ അറിയേണ്ടത് സെയ്ഫ് അലി ഖാന്റെ ഇപ്പോഴത്തെ അവസ്ഥ തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ അപകടനില തരണം ചെയ്ത് മുന്നോട്ട് വരികയാണെന്ന് പറയുന്നു. അതോടൊപ്പം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് സെയ്ഫ് അലി ഖാന്റെയും ഭാര്യയുടെയും പുതിയ വാർത്ത. മക്കളും ഭാര്യയുമായി സുഖമായി ജീവിക്കുകയാണ് അദ്ദേഹം എന്ന് പറയുന്നു. എന്നാൽ അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം മെച്ചപ്പെട്ട് വരികയാണെന്നും പറയുന്നുണ്ട്. ആരാധകർക്ക് അറിയേണ്ടതും അതുതന്നെയാണ്. ആരാധകർക്ക് ഇപ്പോൾ സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് തന്നെയാണ് ആദ്യം അറിയേണ്ടതെന്ന് പറയാം. വർഷം 3 കോടി രൂപ താരം പേഴ്സണൽ സെക്യൂരിറ്റിക്ക് വേണ്ടി മാത്രം ചിലവാക്കുന്നുണ്ട്. എന്നിട്ടും അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചു. സൽമാൻ ഖാൻ തന്റെ അംഗരക്ഷകർക്കായി 2 കോടി രൂപയോളം ചെലവഴിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആക്രമണം പരിക്കേറ്റ സെയ്ഫ് അലി ഖാനെ കുറിച്ച് പറയുമ്പോഴും ആശുപത്രിയിൽ എത്തിച്ചത് ഓട്ടോ ഡ്രൈവറാണ്. മുറിവേറ്റ സെയ്ഫ് അലി ഖാൻ ഓട്ടോയിലേക്ക് നടന്നു കയറിയിരുന്നു. ഒരു ചെറിയ കുട്ടിയും മറ്റൊരാളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. എത്ര സമയം കൊണ്ട് ആശുപത്രിയിൽ എത്തുമെന്ന് ചോദിച്ചു. 10 മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹം ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു. കഴുത്തിൽ നിന്നും പുറകുവശത്തു നിന്നും രക്തം വാർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വസ്ത്രം രക്തം കൊണ്ട് കുതിർത്തിരുന്നു. ഞാൻ ഓട്ടോ പൈസ വാങ്ങിയില്ല എന്നാണ് നടനെ ആശുപത്രിയിൽ എത്തിച്ച ഓട്ടോ ഡ്രൈവർ പോലും വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ അവസ്ഥ അത്ര പരിതാപകരമായിരുന്നു. അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മാത്രമായിരുന്നു താൻ ചിന്തിച്ചിരുന്നതെന്നും ഓട്ടോ ഡ്രൈവർ വ്യക്തമാക്കി. ഇതോടെ തന്നെ സോഷ്യൽ മീഡിയയിൽ സെയ്ഫ് അലി ഖാന്റെ സെക്യൂരിറ്റി വാർത്തകളെ കുറിച്ചുള്ളത് തന്നെയാണ് മാറുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.